കിഡ്ക്കാച്ചി ട്വിസ്റ്റ് ഉണ്ട് മക്കളെ, ഒന്ന് കണ്ടോ. സാറ് പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നീ തോന്നണ ഇത് തന്നെയാണെന്ന് തോന്നണം. അതന്നെ മലബാർ ദാസിന് മുമ്പിലല്ലേ നീ, അതിനാണ് ഫ്ലാറ്റ്. നീ അവിടെ പോയിട്ട് പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ആയിട്ട് പറഞ്ഞ് അത് ഓർഡർ ആക്കിട്ട് വന്നാ മതിട്ടാ. മനസ്സിലായ നിനക്ക്? നീ നോക്കിക്കൊണ്ട് ചെയ്തതിന്റെയാണ് ഞാൻ അനുഭവിക്കണം. ശരി, കുറച്ച് ലേറ്റ് ആവുന്ന പറഞ്ഞ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവനിങ് എത്തിക്കോളും. അവനെ നീ കണ്ടിട്ട് കൊറേ ആയെന്നല്ലേ പറഞ്ഞു? ചെറുപ്പത്തിൽ കണ്ടതാ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നുണ്ടോ? ഹായ് സാർ, ചെറുപ്പത്തിലെ കണ്ടതാണ് കേട്ടോ. സാറാ സാമ്പാർ ഒരു തമാശ. ഡി അവനിവിടെ എത്തിയിട്ടാ, ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റിട്ടാ. വാ, നീ ഇന്ന് കളിക്കാൻ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ്. യാത്രക്ക് എങ്ങനെ, സുഖമായിരുന്നോടാ? നീ എന്തിനാ നിന്ന് പരിങ്ങുന്നു? എന്റെ പഴയ എനർജി എല്ലാം ഇവിടെ പോയി. കഴിക്കാം, കുറെ നേരമായി. വാ, ഇവിടെ നമ്മളെ പ്രമാണലാലിന്റെ കല്യാണം കഴിഞ്ഞ നമ്മളപ്പുറത്തെ പ്രമാണലാല് അതുകൂടി നമുക്ക് എങ്ങനെയുണ്ട്? ഞാൻ ഇന്നലെ പറഞ്ഞ പ്രൊഡക്റ്റിന്റെ കാര്യം എന്തായി? പ്രൊഡക്റ്റാ? എടാ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ഞാൻ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്, വിളിക്കുന്നത് കാണിച്ചു കൊടുത്തേക്ക്. ചേട്ടാ പറയാതിരിക്കാൻ പറ്റില്ല, ചേച്ചിയുടെ കൈപ്പുണ്യം ഒരു രക്ഷയില്ല. ചേട്ടന്റെ ഭാഗ്യാട്ടാ. നീ വരുന്നോണ്ട് നല്ല ഫുഡ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ നമ്മള് മലബാർ ദാസിന്ന് ഓർഡർ ചെയ്തതാ. അല്ലെങ്കിൽ വെക്കുന്ന ഫുഡൊക്കെ കണക്കാം. ഇതാകുമ്പോ നല്ല ഭക്ഷണം കഴിക്കാം. അത് ശരിയാ, നീ വരുന്നോണ്ട് കുറച്ച് നല്ല ഫുഡ് ആയിട്ട് വിചാരിച്ചു മലബാർ ദാസിൽ ഓണസദ്യ. അല്ലടാ, ഇവർക്ക് ദുബായിലും ബ്രാഞ്ച് ഉണ്ട്. ഇപ്പൊ നമുക്കിവിടെ സദ്യ ഡെലിവറി ചെയ്ത പോലെ നിനക്ക് ഓണസദ്യ ഹോം ഡെലിവറി ചെയ്ത് തരും. ഫ്ലാറ്റ് ഒന്നും മാറി പോയിട്ടില്ല. അമ്മ തന്ന അഡ്രസ് ഒക്കെ കറക്റ്റ് ആണല്ലോ. നീ ആരടാ? നീ ആരെ കാണാൻ വന്നപ്പോ ഇവിടെ? അനീഷ് വർമ്മ 13B. ഒരു ഫ്ലാറ്റ് മാറിപ്പോയല്ലേ? 13B, ഇത് 12B ആണ്. ജസ്റ്റ് ഒരു ഫ്ലോർ മാറി. ഒരു ഫ്ലോർ പൊക്കോളാം. ആ പൊക്കോ. ഞാൻ ആലോചിക്കായിരുന്നു എത്ര ആൾക്കാരെ ഫുഡ് കിട്ടാതെ കഷ്ടപ്പെടുന്നത്. ഇത് ഫിനിഷ് ചെയ്ത് പോയാൽ കഴിച്ചിട്ട് പോയാ മതി. ഓണല്ലേ? അത് കൊള്ളാം. ഹാപ്പി ഓണം.